നമസ്കാരം. നമ്മുടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിലെ 23ഉം 22ഉം ഒക്കെ വയസ്സാകുമ്പോൾ തന്നെ കൊലക്കേസിലെ പ്രതികളായി വരുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് കുറച്ച് നാളായിട്ട് കാണുന്നത്. കുത്തിക്കൊല്ലുക, ആസിഡ് ഒഴിച്ച് കൊല്ലുക, പെട്രോൾ ഒഴിച്ച് തീയെത്തിക്കുക, വണ്ടിയിടിച്ച് കൊല്ലുക. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്നോടൊപ്പം പഠിക്കുന്ന, തൻ്റെ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ തന്നോടൊപ്പം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോടുള്ള പക, ആ പക ഉണ്ടാകുന്നത് പ്രണയത്തിൽ നിന്നാണ്. പ്രണയപ്പകയാണ് പല കൊലപാതകങ്ങൾക്കും ഇന്ന് കാരണമായി വരുന്നത്. കൊല്ലത്ത് നമ്മൾ കണ്ടതാണ്. കൊല്ലത്ത് നല്ല തേജസ് എന്ന് പറയുന്ന പയ്യൻ തൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി, ചെറുപ്പം തൊട്ട് ആ കുട്ടിയെ അറിയാമായിരുന്നു. അതിനുശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വരികയും പിന്നീട് അവരുടെ പരിചയം പുതുക്കുകയും വിവാഹം വേണ്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയും അവസാനം പെൺകുട്ടി ജോലി കിട്ടിയതിന് ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ രസകരമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരു ദിവസം ഒരു പ്രമുഖ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ അവിചാരിതമായി ചെല്ലുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെയും ഒരു പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അഡ്വക്കേറ്റിൻ്റെ ക്യാബിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണു, തന്നെ ഇതിങ്ങനൊരു സംഭവമാണ്. ഈ പെൺകുട്ടി ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണ്. ഇവിടെ ബിടെക്കിന് പഠിക്കുന്ന കുട്ടിയാണ്. അമ്മ ഡോക്ടർ, അച്ഛൻ ഡോക്ടറാണ്. ഇത് ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പെൺകുട്ടിയെ എന്തിനാണ് വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്ന് ചോദിച്ചപ്പോൾ അവൻ ആ പെൺകുട്ടിയുടെ മുമ്പ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാനല്ല, ഈ കുട്ടി നിർബന്ധിച്ചുകൊണ്ടാണ് എൻ്റെ കൂടെ ഇറങ്ങി വന്നതെന്നും അതുകൊണ്ടല്ലേ ഞാൻ ദൂരെയെങ്ങും കൊണ്ടുപോകാതെ ഈ ഭാഗത്ത് തന്നെ നിന്നതും വീട്ടുകാർ തിരക്കി വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ പയ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടി വിളിച്ചു, മോളെ, നിൻ്റെ അച്ഛനും അമ്മയും ഡോക്ടറാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരാണ്, നീ അച്ഛനും അമ്മയ്ക്ക് ഏക മകളാണ്. അപ്പോൾ നീ എന്തിനാ ഈ അച്ഛനും അമ്മയ്ക്കും ദോഷം ഉണ്ടാകുന്ന നിൻ്റെ ഭാവിയെ കരുതിയെങ്കിലും നിനക്ക് നല്ല ബന്ധം കിട്ടുമായിരുന്നല്ലോ. നീ മറ്റുള്ളവരിൽ നിന്ന് അവനിൽ കണ്ട ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. ആ പ്രത്യേകത കേട്ടാൽ ചിരി വരും. അയാൾ ഇവൾ പോകുന്ന ബസ്സിലെ ഡ്രൈവറാണ്, കോളേജ് ബസ് അടിക്കുന്ന ആളാണ്. ആ ചേട്ടൻ വളവ് തിരിക്കുന്ന തിരി ഒന്ന് കാണണം. അപ്പോൾ ആ ചേട്ടൻ്റെ വളവ് തിരിക്കാനുള്ള തിരിയിലാണ് എന്ത് പറ്റി, ഇവൾ വീണുപോയത്. അവൾ അതിനെ ആ ഒരു ലോകത്തെ ആദ്യത്തെ വളവ് തിരിക്കുന്ന ഡ്രൈവറായി കണ്ടു. ആ ഒരു നിമിഷത്തിൽ അവൾക്കുണ്ടായ വൈകാരിക ഭാവമാണ് അയാളിലേക്ക് പ്രേമത്തിലേക്ക് അടുപ്പിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ആ കുട്ടിയുടെ ഭാവിയോ അല്ലെങ്കിൽ ആ പയ്യൻ്റെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രാർത്ഥനയോ ഒക്കെ കൊണ്ട് അത് രണ്ടും അപ്പോൾ തന്നെ വേർതിരിച്ചു എന്നുള്ളതാണ് സത്യം. പല പെൺകുട്ടികളും ചെറുപ്പത്തിൽ പറഞ്ഞു വരാറുണ്ട്, ഞാൻ ജീവിതത്തിൽ പ്രേമിച്ച് കല്യാണം കഴിക്കത്തില്ല, വീട്ടുകാർ പറയുന്നത് കല്യാണം കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിവാഹമേ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കും. ഒരു സമയം കഴിയുമ്പോൾ ഇവർ ഏതെങ്കിലും ഒരുത്തൻ്റെ വലയിൽ ചെന്ന് ചാടുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ അവന് യാതൊരു ഗുണവും കാണത്തില്ല. പക്ഷെ അവരിൽ കാണുന്ന പ്രത്യക്ഷമോ പരോക്ഷമോ ആയ എന്തോ ഒന്നിലേക്ക് ഈ പെൺകുട്ടികളും ആകൃഷ്ടരാകുന്നു. അങ്ങനെ ആകൃഷ്ടരായി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവനിലേക്കും അവളിലേക്കും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് ശേഷമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ ഇവൾക്കോ ഇവൾക്കുണ്ടായ ഇവനുണ്ടായ ഈ അട്രാക്ഷൻ, ഈ അഫെക്ഷൻ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടുമാറുകയും പെൺകുട്ടി തൻ്റെ ഭാവിയെ കരുതിയുള്ള ചിന്തയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? മറ്റവൻ അവൻ്റെ ലോകം മൊത്തം ഈ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് നടക്കും. അവനവസാനം ഇവളിനി ആരുടെയും കൂടെ ജീവിക്കേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് പല പ്രണയപ്പകയ്ക്കും കാരണമായി വരുന്നത്. പലയിടത്തും കണ്ടുവരുന്ന സംഭവമാണ് ഞാനീ പറഞ്ഞത്. കാലങ്ങളായി നമ്മുടെ നാട്ടിൽ കോളേജിലും സ്കൂളുകളിലും ഒക്കെ പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ കുത്തിക്കൊല്ലാനും തമ്മിക്കൊല്ലാനും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ഇന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനും കാണത്തില്ലായിരുന്നു. താൻ സ്നേഹിക്കുന്ന ഒരാളിനോട് അയാൾക്ക് നല്ല ജീവിതം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അതാണല്ലോ സ്നേഹം. അപ്പോൾ നമ്മൾ ആരും തന്നെ അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നല്ല കുറേ ഭാഷകളും തേപ്പും ഒക്കെ വന്നുകൊണ്ട് തേച്ചിട്ട് പോയോ എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ ഒരുപക്ഷെ അവനുണ്ടാകുന്ന കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. മറ്റു കാര്യം കൂടിയുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വീടുകളിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ കാര്യം പറയുവാനും ബന്ധുക്കളോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഇഷ്ടം പോലെ നല്ല കൂട്ടുകെട്ടുണ്ടായിരുന്നു. നല്ല കൂട്ടുകെട്ടുകൾ സമൂഹത്തിലും വീട്ടിലും അയൽപക്കങ്ങളിലും ബാല്യന്യ സഖ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികളുടെ എല്ലാം തന്നെ മുഴുവൻ സമയവും ചെലവഴിക്കപ്പെടുന്നത് അവർ യൂട്യൂബിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്, മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അവർക്ക് ആകെ അവിടുന്ന് ലഭിക്കുന്ന എന്ന് പറയുന്നത് അവരും ആ ഡിവൈസും മാത്രമായിട്ടുള്ള ബന്ധമാണ് ലഭിക്കുന്നത്. ചിന്തിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ തന്നെ ചതിച്ച ആളിന് ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇവിടെയാണ് ആ കൊല്ലം കമ്മീഷണർ പറഞ്ഞ വാക്കുകൾക്ക് വളരെയേറെ പ്രാമുഖ്യമേകുന്നത്. കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ വില എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്നും
ഈ ജീവിതത്തിൽ തനിക്ക് പലതും നേടാനുണ്ടെന്നും ഈ പ്രണയമല്ല തൻ്റേതെന്നും കരുതുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയാത്തതാണ് പല കാരണങ്ങൾക്കും ഇടയാക്കി വരുന്നത്. വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. വീട്ടുകാരും മകൻ്റെയോ മകളുടെയോ കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റായി ഇടപെടാൻ ശ്രമിക്കാറില്ല. നിങ്ങളുടെ കുഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി, നമ്മുടെ കുട്ടികൾ നമ്മുടെ കള്ളം പറയുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എവിടോ എന്തോ ഒന്ന് ചീഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഞാനൊരു വീഡിയോയിൽ ഒരു ദിവസം പോലും ഒരു ദിവസം മൊത്തം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണുള്ളത്. പിന്നെ പെൺകുട്ടികൾക്ക് പറ്റുന്ന വേറെ പ്രശ്നം, പല പെൺകുട്ടികളും ഒന്നും അറിയാതെ ഒരു കാര്യം ചിന്തിക്കാതെ അപ്പോൾ കാണുന്ന എന്താണെന്ന് എനിക്കറിയാം, ചിലപ്പോൾ തലമുടി നീട്ടി വളർത്തിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ നല്ലപോലെ പെരുമാറുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ നല്ലപോലെ പ്രസംഗിക്കുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവളെ എപ്പോഴും വളരെയേറെ കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഈ കാരണം കൊണ്ടൊക്കെ തന്നെയായിരിക്കും പല പ്രണയങ്ങളിൽ ചിന്തപ്പെടുന്നത്. ഈ പ്രണയങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ പെൺകുട്ടി ആത്മാർത്ഥമായിട്ടോ ആൺകുട്ടി ആത്മാർത്ഥമായിട്ടോ ഇരിക്കുകയും അവസാനം ആരെങ്കിലും ഒരാൾ പിന്മാറുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെപ്പറ്റി, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തെപ്പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റി നല്ലതായി ചിന്തിക്കുവാനും നല്ല രീതിയിൽ പെരുമാറി അതിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്ത ശേഷം മാത്രമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കൂ എന്നും നാം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിമുടി മാറ്റിക്കൊണ്ട് ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളിൽ സാഹോദര്യവും സൗഹൃദവും വളർത്തിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. അതിനുള്ള സാമൂഹിക ആയ ബന്ധങ്ങളുള്ള യുവജന സംഘടനകളൊക്കെ തന്നെ മദ്യത്തിലും മയക്കുമരുന്നിലുമായി മാറിയിരിക്കുകയാണ്. അവർക്കിതൊന്നുമില്ല. കൂടെ നിൽക്കുന്നതിനും പറഞ്ഞു കൊടുക്കും, പോയി കാച്ചറാന്നേ പറയത്തുള്ളൂ. അങ്ങനെ എത്തി നിൽക്കുന്നു നമ്മുടെ സമൂഹം. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്ന് സ്നേഹമില്ലായ്മയാണ്. അത് വീട്ടിലും നാട്ടിലും സ്കൂളിലും കോളേജിലും എല്ലാം തന്നെ സ്നേഹം എന്ന് പറയുന്നത് വെറും കപടതയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ആരെയും സ്നേഹിച്ച് വഞ്ചിക്കാതിരിക്കട്ടെ, തേപ്പുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.